പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ കരുണയുടെ നൊവേനയുടെ 8-ാം ദിനത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യോഗ്യതയോടെ വിശുദ്ധിയോടെ അങ്ങ് പറയുന്ന പോലെ അങ്ങയുടെ കരുണയുടെ മഹാ തിരുനാൾ ആഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരുണയുടെ നൊവേനയുടെ 8-ാം ദിനത്തിലേക്ക് നമ്മളിന്ന് പ്രത്യേകം പ്രവേശിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ നാളെ 9-ാം ദിനം ശനിയാഴ്ച നമ്മുടെ നൊവേന അവസാനിക്കും. വൈകിട്ട് 6 മണിക്ക് തന്നെയാണ് കാർമൽ ധ്യാന കേന്ദ്രത്തില് വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും ഒക്കെ. സാധാരണ പോലെ ശനിയാഴ്ച നാളെ 2-ാം ശനിയാഴ്ചയാണ്. നമ്മളതില് മുടക്കമില്ല. രാവിലെ 9:30 മുതൽ 2 മണി വരെ 2-ാം ശനി കൺവെൻഷൻ നടക്കും. വൈകിട്ട് നമ്മുടെ കരുണയുടെ പതിവ് പോലെയുള്ള വിശുദ്ധ കുർബാനയും ആരാധനയും ഉണ്ടായിരിക്കും. 12-ാം തീയതി നമുക്കറിയാം, രാവിലെ നമ്മൾ 10 മണിക്ക് പൊതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഒത്തിരിയേറെ പേര് കടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അച്ഛനെ അറിയിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ അന്ന് 10 മണിയുടെ വിശുദ്ധ ആഘോഷമായി വിശുദ്ധ ബലിയിലും ദൈവകരുണയുടെ ആരാധനയിലും പിന്നീട് ഛായാചിത്രം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് സ്വീകരിച്ച് നമ്മൾ ഒരു ചെറിയ പ്രദക്ഷിണം നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും നമ്മൾ യാത്ര ചെയ്യും, പ്രദക്ഷിണം വയ്ക്കും. കർത്താവിന്റെ കരുണയുടെ മഹാസംരക്ഷണം അതിലൂടെ പ്രതീകാത്മകമായിട്ട് നമ്മുടെ ആലയത്തിനും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും കർത്താവ് അനുവദിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ ചെറിയൊരു സ്നേഹവിരുന്നും നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം നിങ്ങൾ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞ പോലെ ദിവസങ്ങളൊക്കെ നന്നായിട്ട് കുമ്പസാരിച്ച് നന്നായിട്ട് ഒരുങ്ങി കർത്താവിന്റെ പാപത്തിന് പിശാചിന് നമ്മുടെ മേൽ ഒരു അധികാരവും ഇല്ലാത്ത രീതിയിൽ ക്ഷമിച്ചും ക്ഷമ ചോദിച്ചും സ്നേഹിച്ചും പാപത്തെ വിട്ടുപേക്ഷിച്ചും പാപകരമായവ വിട്ടുപേക്ഷിച്ചും നല്ല കുമ്പസാരത്തിലൂടെ നമ്മളെ തന്നെ നന്നായിട്ട് ഒരുക്കണം. അങ്ങനെ ഈ പൊതു ഞായറാഴ്ച ഈ ദൈവകരുണയുടെ തിരുനാളില് പുതിയൊരു മാമോദിസ, പുതിയൊരു സൃഷ്ടി, പുതിയൊരു ശക്തി കർത്താവ് നമുക്ക് തരികയാണ്. പൂർണ്ണ ദണ്ഡവിമോചനം. നമുക്കറിയാം, നമ്മുടെ എല്ലാ പാപങ്ങൾക്കും അതിന്റെ കടങ്ങളുണ്ട്, ശിക്ഷയുണ്ട്, ദണ്ഡങ്ങളുണ്ട്. അതെല്ലാം എടുത്തു മാറ്റി കർത്താവ് നമ്മോട് കരുണ കാണിക്കുന്ന ദിവസം കൂടിയാണല്ലോ ദൈവകരുണയുടെ തിരുനാൾ ദിനം. പൂർണ്ണ ദണ്ഡവിമോചനം, പുതിയ മാമോദിസ, പുതിയ അഭിഷേകം, പുതിയ ശക്തി കർത്താവിനെ സ്വന്തമാക്കി നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ആ മുറിവിനെ തൊട്ടുകൊണ്ട് ആ ഹൃദയത്തിൽ നമ്മെ സമർപ്പിക്കുന്ന ദിനം കൂടിയാണ് ഈ തിരുനാൾ ദിനം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇവിടെ വരാൻ പറ്റാത്ത മക്കള്, നിങ്ങൾ നിങ്ങളുടെ ദേവാലയങ്ങളില് അർത്ഥമൊക്കെ മനസ്സിലാക്കി ബലിയർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിലൂടെ കർത്താവ് നൽകുന്ന കരുണയുടെ വാഗ്ദാനങ്ങൾ നമുക്ക് എല്ലാവർക്കും സ്വന്തമാക്കിയെടുക്കാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നീട് നമ്മുടെ അടുത്ത ധ്യാനം 17, 18, 19, 24, 25, 26 12-ാം തീയതി മുതൽ ഒരു വൈകുന്നേരം മുതൽ വക്കീലുമാർക്ക് വേണ്ടി ധ്യാനം ഒഴിവച്ച് നടത്തപ്പെടുന്നുണ്ട്. ബുധനാഴ്ച വരെയാണ് ധ്യാനം. നമുക്കതിനു വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ 8-ാം ദിനത്തിലെ കർത്താവ് തന്റെ കരുണയുടെ കടലിലേക്ക് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളാണ്. നമുക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് അനേക ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈശോയുടെ വലിയ ആഗ്രഹമാണ്. എല്ലാവരും രക്ഷപ്പെടണം. നമുക്കറിയാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളല്ലാതെ വേറെ ആരുമില്ല. കാരണം ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, ഉപവസിക്കാൻ പറ്റുള്ളൂ, കുർബാന സ്വീകരിക്കാൻ പറ്റുള്ളൂ. ശരീരം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ത്യാഗം ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിഞ്ഞാൽ. ഈ ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
കുടുംബാംഗങ്ങളുടെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇന്ന് ഈശോ നമ്മോട് പറയുകയാണ്, ഈശോ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഈ ആത്മാക്കളെ കൊണ്ടുവന്ന് കർത്താവിന്റെ കരുണയിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അതുകൊണ്ട് വലിയ പ്രാർത്ഥനയോടെ 8-ാം ദിനത്തില് നമ്മുടെ വിശുദ്ധ കുർബാനയിലും ഈ നൊവേനയിലും ദിവികാരുണ്യ സന്നിധിയില് ശുദ്ധീകരണ ആത്മാക്കളെ എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ ആഗ്രഹപ്രകാരം 8-ാം ദിനത്തില് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 8-ാം ദിവസം ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക. എന്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരുടെ നീറുന്ന ജ്വാലകളെ എന്റെ രക്തം കൊണ്ടുള്ള അരുവി തണുപ്പിക്കട്ടെ. ഞാൻ വളരെ സ്നേഹിക്കുന്നവരാണ് ഈ ആത്മാക്കൾ. എന്റെ നീതിക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നവരാണവർ. അവർക്ക് ആശ്വാസം നൽകാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത്. എന്റെ സഭയുടെ നിക്ഷേപാലയത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ അറിഞ്ഞിരുന്നെങ്കിൽ നീ നിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ അവർക്കായി സമർപ്പിച്ച് എന്റെ നീതിയിൽ അവരുടെ കടം വീട്ടപ്പെടുമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളിച്ചതിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ സഹതാപാർദ്രമായ ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതി പൂർത്തിയാകേണ്ടവരാണവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട തിരുരക്തവും തിരുജലവും അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. നിത്യനായ പിതാവേ, ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. ഈശോ സഹിച്ച കയ്പ് നിറഞ്ഞ ക്ലേശങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ എല്ലാ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വലിയ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാലയിലും ലുത്തിനിയായാലും എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും കണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കള്, കിടപ്പ് രോഗികളായ മക്കള്, മരണാസന്നരായി കഴിയുന്ന മക്കള്, അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ഇന്ന് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മറ്റൊന്നുമല്ല, വാർദ്ധക്യത്തിന്റെ സമയത്താണ് പിശാച് നമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒത്തിരി ആക്രമിക്കുന്ന. വേദനയില്, നിരാശയില്, കുറ്റബോധത്തില് ഒക്കെ അവിടെ കർത്താവിന്റെ കരുണയ്ക്കല്ലാതെ നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാനോ ബലപ്പെടുത്താനോ സംരക്ഷിക്കാനോ ആശ്വസിപ്പിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ദിനം തന്നെ വാർദ്ധക്യത്തിലും മരണാസന്നരായും കിടപ്പ് രോഗികളായി കിടക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് കണ്ട് അവർക്ക് വേണ്ടി കൂടി കരുണ ജവമാരോട് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ലുത്തിനിയായിലൂടെ കർത്താവിന്റെ മഹാകരുണ നമ്മുടെ മേലും ലോകം മുഴുവന്റെ മേലും ഈശോ പറഞ്ഞ എല്ലാ മക്കളുടെ മേലും നിറയപ്പെടാനും ചൊരിയപ്പെടാനും വേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ, ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവം
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അമാനുഷ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് നമ്മെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊടുക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമല മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടിതമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. മാമോദീസായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പൗരോഹിത്യത്തിലും ദിവ്യ ബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. വൃദ്ധിത ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ പറ്റാത്ത കുറവയായ ദൈവകാരുണ്യമേ, ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ദയാപൂർവം
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ പറ്റാത്തതും ആണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സു തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ ഞങ്ങൾക്ക് കാരുണ്യവും പകർന്നു തരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ കരുണാർദ്ദ ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ലോകം മുഴുവനെയും കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സംരക്ഷണം ആ തിരുഹൃദയത്തിൽ തിരുരക്തം കൊണ്ടും തിരുജലം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന കരുണയുടെ മഹാസംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് ശുദ്ധീകരണ സ്ഥലത്തെ മുഴുവനായി നമുക്ക് സമർപ്പിക്കാം. മക്കളെ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കണ്ട് കർത്താവിന്റെ ആശീർവാദത്തിന്റെ സമയത്ത് അവിടുത്തെ പരിശുദ്ധ രക്തവും പരിശുദ്ധ ജലവും ഈ ജ്വാലകളെ സമർപ്പിച്ചുകൊണ്ട് ആത്മാക്കളെ ആശ്വസിപ്പിക്കാൻ കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിന്റെ മേൽ ശുദ്ധീനാത്മാക്കളുടെ മേൽ ഈ ആശീർവാദത്തിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം വാർദ്ധക്യാവസ്ഥയിലും കിടപ്പ് രോഗികളായിട്ടും മരണാസന്നരായി കഴിയുന്ന മക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ ആശീർവാദം ആഗ്രഹിച്ച് അവരെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാ ശുദ്ധീര ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മഹാകരുണയിൽ ആത്മാക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗപ്രാപ്തിയിൽ ആനയിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ വാർദ്ധക്യത്തിലുള്ള മക്കൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. അവരുടെ വേദന, സഹനം, അവരുടെ ഒറ്റപ്പെടുത്തല്, ഏകാന്തത എല്ലാത്തിൻ്റെ മേൽ കർത്താവിന്റെ കരുണയും സൗഹൃദവും സാന്നിധ്യവും നിറയപ്പെടുമാറാകട്ടെ.